തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചൂടിലേക്ക് കേരളം ഇറങ്ങിക്കഴിഞ്ഞു. ഡിസംബർ 8, 10, 14 തീയതികളിൽ നടക്കുന്ന ഇലക്ഷനിൽ ഏത് മുന്നണി നേട്ടം നേടും? ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് എന്തു മറുപടിയാണ് മൂന്ന് മുന്നണികൾക്കും മുന്നോട്ട് വെക്കാനുള്ളത്? ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു CPIM പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ജേക്സി തോമസ്, UDF നിന്ന് ഡോക്ടർ സരിൻ, കേരള കോൺഗ്രസ് M വിഭാഗത്തിൽ നിന്ന് ശ്രീ റോഷി അഗസ്റ്റിൻ MLA, ഒപ്പം BJP പ്രതിനിധി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനെയും ഈ ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യമായി ശ്രീ ജേക്സി തോമസ്, സ്വർണ്ണക്കടത്ത് ഉണ്ടാക്കിയ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ, അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കിനെ കുറിച്ചുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, അതിനിടയിൽ ലൈഫ് മിഷൻ വിവാദം, ഏറ്റവും ഒടുവിൽ കിഫ്ബി വിവാദം, 118A എന്ന ഭേദഗതിയെ തുടർന്നുള്ള വിവാദങ്ങൾ, അങ്ങനെ രാഷ്ട്രീയമായി ഒത്തിരി വിവാദങ്ങൾക്കിടയിലാണ് ഇടതുപക്ഷ പാർട്ടി ഈ തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ ഒരു പ്രതിരോധത്തിലായിരിക്കുന്ന ഈ സമയത്തിൽ എത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ശ്രീ ജേക്സി തോമസ്. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ആയുസ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാധ്യമമുറികളിലും ചാനൽ ചർച്ചകളിലും സംവാദവേദികളിലും മാത്രമാണ്. കാരണം ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ തെരഞ്ഞെടുപ്പ് പത്രിക പ്രസിദ്ധീകരണ വേളയിൽ തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ടേക്ക് വെക്കുന്ന മുദ്രാവാക്യം അനൗൺസ് ചെയ്യുകയുണ്ടായി. വികസനത്തിന് ഒരു വോട്ട്, സാമൂഹ്യ മൈത്രിക്ക് ഒരു വോട്ട്. ഇതിന്റെ പേരിലാണ് ഇടതുപക്ഷം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത്. അതായത് ഏത് വിവാദങ്ങളെയും നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന അത്യസാധാരണമായ വികസന ട്രാക്ക് റെക്കോർഡുമായിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുമ്പോട്ടേക്ക് പോകുന്നത്. ആ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞങ്ങൾ ആദ്യമായി ജനങ്ങൾക്ക് മുമ്പിൽ വോട്ടിന്റെ കാരണമായി അവരോട് അഭ്യർത്ഥിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യയിൽ ഏറ്റവും മികച്ച സാമൂഹ്യ മൈത്രി നിലനിൽക്കുന്നതിന് ഇടതുപക്ഷം രാജ്യത്ത് കേരളത്തിൽ സവിശേഷകരമായി വഹിക്കുന്ന പങ്ക് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ നിങ്ങളിപ്പോൾ ചോദ്യത്തിൽ ചൂണ്ടിക്കാണിച്ച ഈ വിവാദങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിന്റെ പകുതി കാലം, 160 ദിവസക്കാലത്തോളം പിന്നിടുകയാണ്. 160 ദിവസക്കാലത്തോളം പിന്നിട്ടിട്ടും പല ആവർത്തി മാധ്യമ ചർച്ചകളിൽ പ്രതികളുടെ മൊഴികളും ആ മൊഴികളുടെ പിന്നിൽ നിറം പിടിപ്പിച്ച് ചേർത്ത് വെക്കുന്ന മാധ്യമ തലക്കെട്ടുകളും ഒക്കെ വെച്ച് 100 ദിനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്. ആ ചർച്ചകളിലൊന്നും മുഖ്യമന്ത്രിയാവട്ടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ ഒരു നേതാവോ അവരിലേക്ക് ഇതേവരെ ഈ കേസ് സംബന്ധമായി ദുരാരോപണത്തെ തെളിയിക്കാൻ കഴിയുന്ന ഈ അന്വേഷണ ഏജൻസികളുടെ ദിനം പ്രതിയുള്ള ചോദ്യം ചെയ്യലുകൾ, മണിക്കൂറുകൾ നീണ്ട നാടകങ്ങൾ, മാധ്യമങ്ങൾക്ക് വേണ്ടി ഇത് പൊള്ളയായി രാഷ്ട്രീയ നാടകത്തിന്റെ അന്തസാരശൂന്യമായ പ്രവർത്തനങ്ങളൊക്കെയും തിരിച്ചറിയുവാൻ പ്രബുദ്ധ കേരളത്തിന്റെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള അത്യസാധാരണമായ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ, സാമൂഹ്യ മൈത്രിയുടെ പേരിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടെ LDF അഥവാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചോദിക്കുന്നത്. ശ്രീ ജേക്സി തോമസ്, നമ്മുടെ മാനിഫെസ്റ്റോയിൽ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിട്ടപ്പോൾ അത് അഴിമതിക്കെതിരെയുള്ള ഒരു ശബ്ദമായിട്ടാണ് ഇടതുപക്ഷ പാർട്ടി മുന്നിലേക്ക് വന്നത്. എന്നാൽ ഈ ഒരു മാനിഫെസ്റ്റോയിലൊന്നും അഴിമതിക്കെതിരെയുള്ള ഒരു സൂചനകളൊന്നും നൽകുന്നില്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കാം? അഴിമതിക്കെതിരെയുള്ള സൂചന നൽകുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഒരു അഭിപ്രായമാണ്. കാരണം നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനും ഇതൊരു മാധ്യമ സ്ഥാപനവുമാണ്. കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ സോളാർ കേസ് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനൽപമായ അഴിമതി കേസുകളിൽ ഇപ്പോൾ വ്യത്യസ്തമായി UDFന്റെ തന്നെ 10-ലധികം വരുന്ന ജനപ്രതിനിധികൾ ജയിലിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ജയിലിലേക്കുള്ള യാത്രയിലോ ആണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധിയും ഒരു മന്ത്രിയും ഒരു ജനപ്രതിനിധിയും ഇതേവരെ അഴിമതി കേസുകളിൽ കളങ്കിതരാക്കപ്പെട്ട് നമ്മുടെ മുമ്പിലില്ല. ഈ കാലഘട്ടത്തിൽ കേരളം ചർച്ച ചെയ്ത LDFനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളുടെ 1-2 സ്പെസിഫിക് ഉദാഹരണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് മന്ത്രി KK ശൈലജയുടെ കണ്ണടയുടെ കാലിന്റെ വില 3000-ലധികമാണ്. മന്ത്രി മണിയാസാന്റെ കാറിന്റെ ടയർ വാങ്ങിയപ്പോൾ എത്രയോ വില കൂടി. ഇതായിരുന്നു മറ്റൊരു അഴിമതി. അതായത് സ്പീക്കറുടെ കണ്ണട മാറിയപ്പോൾ 1000-കണക്കിന് രൂപ. ചോദ്യം ഇതാണ്, ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള വലിയ വിവാദങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും അഴിമതിക്കെതിരെയുള്ള നിലപാട് എടുക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ?
അല്ല, നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കൂ, ലൈഫ് മിഷനിൽ എന്ത് തരത്തിലുള്ള അഴിമതിയാണ് സർക്കാർ ഭാഗമായി നടത്തിയിട്ടുള്ളതെന്നാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നത്? സർക്കാർ അഴിമതിയുടെ ഭാഗമായ ഏതെങ്കിലും ഒരു ഘട്ടം നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ, നമ്മൾക്ക് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, അതായത് ഈ വിവാദങ്ങളിലൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പേരുദോഷവും ഇല്ലെന്ന് തന്നെയാണ് ശ്രീ ജേക്ക് പറയുന്നത്. ഡോക്ടർ സരിൻ, കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് UDF ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ, വലിയ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ശ്രീ ജേക്ക് പറയുന്നത് ഇതിനു മുമ്പിൽ ഒരു കറ പോലും ഈ ഭരണപക്ഷത്തിന് നേരെ ഇല്ല എന്നാണ്. ഇതൊക്കെ വെറും ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നാണ് പറയുന്നത്. അതിനുള്ള മറുപടിക്ക് നൽകാം. ഒപ്പം തന്നെ കോൺഗ്രസ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും പ്രാദേശികമായ വിഷയങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ 5 വർഷക്കാലത്തെ ഭരണസമിതിയുടെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തിക്കൊണ്ടുള്ള, എന്നാൽ രാഷ്ട്രീയം ഒപ്പം തന്നെ സംസാരിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6-8 മാസങ്ങൾക്ക് മുന്നേ എത്തി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ്, അതിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് എല്ലായ്പ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ. രാഷ്ട്രീയം പലതരത്തിലും നിയമസഭയുടെയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെയും വ്യത്യസ്തങ്ങളാണെങ്കിൽ പോലും, അത് കൂട്ടി വായിക്കാൻ പറ്റില്ല എങ്കിൽ പോലും, ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഈ കോവിഡിന്റെ മാനദണ്ഡങ്ങൾ പുലർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതിന് കോൺഗ്രസിന് മറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് പൊളിറ്റിക്സ് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഒരു പക്ഷേ അവസാനമായിട്ട് നമ്മൾ കേട്ട മുദ്രാവാക്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ മാനിഫെസ്റ്റോയ്ക്കുള്ള അംഗീകാരമായിട്ട് LDF വരും, എല്ലാം ശരിയാകും എന്നുള്ളതായിരുന്നു. ജനങ്ങൾ അതിൽ വിശ്വസിച്ചിട്ടുണ്ടാകാം. അവർ LDF-ന് വോട്ട് ചെയ്തു. ഭൂരിപക്ഷത്തിൽ LDF നിയമസഭയിലേക്ക് വന്നു. അതിനു മുന്നേ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഏകദേശം അതിന്റെ ഒരു സൂചന തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലേക്കും LDF ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷെ ഈ 2 സംവിധാനങ്ങളും, കഴിഞ്ഞ ഭരണസമിതികളും LDF സർക്കാരും, പ്രത്യേകിച്ച് LDF സർക്കാർ എന്നല്ല വിളിക്കേണ്ടിരുന്നത്, സഖാവ് പിണറായി വിജയന്റെ സർക്കാർ, വിജയൻ സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ എന്ന് വിളിക്കുന്ന ആ സർക്കാരും എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്തത് എന്നുള്ളതിന്റെ നേർചിത്രം ഇന്ന് ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അത് കോൺഗ്രസ് തന്നെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്ന് ദുരാരോപണങ്ങളിലൂടെ കെട്ടിച്ചമച്ച ഒന്നല്ല, വസ്തുതകളുടെ വെളിച്ചത്തിൽ ജനങ്ങൾ മനസ്സിലാക്കിയെടുത്തതും അതുപോലെ തന്നെ അന്വേഷണ വിധേയമായി കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഇത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നാടിനെ എത്തിച്ചവർക്കെതിരെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ജൂൺ മാസത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നടന്നിരുന്നു എങ്കിൽ പിണറായി വിജയൻ നേരിട്ട് വന്ന് ഓരോ വാർഡിലും അതാത് എതിർ സ്ഥാനാർത്ഥികളോട് മത്സരിക്കുന്ന തരത്തിൽ പിണറായി വിജയൻ വേഴ്സസ് ആ ലോക്കൽ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ ശ്രമിച്ച CPM-ന്റെ ഒരൊറ്റ പോസ്റ്ററിൽ പോലും പിണറായി വിജയന്റെ മുഖമില്ല. കാരണം ആ മുഖം ഇന്ന് അത്രമേൽ വെറുക്കപ്പെട്ടിരിക്കുന്നു പൊതുസമൂഹത്തിൽ. ആ തിരിച്ചറിവ് തന്നെയായിരിക്കണം CPM-ന് പല സ്ഥലങ്ങളിലും ഭൂരിഭാഗം രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടക്കുന്ന ഇടങ്ങളിലുമെല്ലാം അവിടുത്തെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ലോക്കൽ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ഊർജം നൽകുന്നത്. കാരണം പൊതുവിഷയങ്ങൾ ഒന്നും തന്നെ അവർ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും അങ്ങനെ ആയിരുന്നില്ല. പലപ്പോഴും കേരള രാഷ്ട്രീയം തന്നെയായിരുന്നു സജീവ ചർച്ചയ്ക്ക് ഭരണത്തിലിരിക്കുന്ന സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഒരു സ്ഥിതിവിശേഷമല്ല എന്നുള്ളത് കോൺഗ്രസ് ഇതിനെ കൃത്യമായി അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ലോക്കലായി നടത്തിയ ഇടപാടുകളും ഇടപെടലുകളും അതാത് ഭരണസമിതികൾക്ക് കീഴിൽ സംഭവിച്ച അപജയങ്ങളും നാട്ടുകാരോട് ബോധിപ്പിക്കാൻ പറ്റാതെ പോകുന്ന ലൈഫ് പദ്ധതിയിൽ തന്നെ ഒരു പക്ഷേ സ്വജനപക്ഷപാതം കാണിക്കുന്ന രീതിയിലേക്ക് വീടുകൾ നൽകുന്നതിലും ഏതൊക്കെ തരത്തിലാണോ ആനുകൂല്യങ്ങൾ ഒരു കൊടിക്കീഴിൽ അണിനിരക്കുന്ന നൽകുന്നത് അതിനെതിരെയുള്ള വിധിയെഴുത്തായി ബോധത്തിലുള്ള ഒരു വിധിയെഴുത്തായിട്ടാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. കോൺഗ്രസിന് പോസിറ്റീവായിട്ട് തന്നെയാണ് കോൺഗ്രസിനെ കാണുന്നതാണ് ഡോക്ടർ സരിൻ പറഞ്ഞിരിക്കുന്നത്. ശ്രീ റോഷി അഗസ്റ്റിൻ MLA കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി വോട്ട് ചോദിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് വേണ്ടി വോട്ട് ചോദിക്കുന്നു. ഈ ഒരു വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിക്കും ഉണ്ടാകും. ഒന്നാമത്തെ ചോദ്യം അത് തന്നെ. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ വർഷങ്ങളിൽ
ഈ ഇടുക്കി MLA നിലയിൽ ഒത്തിരി ഭൂപ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആളാണ്, പ്രത്യേകിച്ച് പട്ടയവുമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ളതാണ്. അടുത്ത കാലത്ത് സർക്കാരിന്റെ വിധിയൊക്കെ വരുന്ന സമയത്തുമൊക്കെ താങ്കൾ ഉൾപ്പെടുന്ന പാർട്ടിക്ക് എത്രത്തോളം ആ വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിച്ചു എന്നത് ഒരു ചോദ്യം. അതുപോലെ തന്നെ എക്കോ സെൻസിറ്റീവ് സോൺ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ബഫർ സോൺ തമ്മിലുള്ള വിഷയങ്ങളിലൊക്കെ ഇടതുപക്ഷ സർക്കാരിന്റെ വീഴ്ചകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെയുണ്ട്. ഈ പശ്ചാത്തലത്തിലൊക്കെ തന്നെ താങ്കളുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ താങ്കളുടെ മുന്നണിക്ക് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ? ആദ്യത്തെ ചോദ്യം തന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി മാറിയത്? അതെ, അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപക്ഷെ ഈ മലയോര കുടിയേറ്റ മേഖലയിലെ ചെറുകിട കർഷകരുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് കേരള പൊതുസമൂഹത്തിലും കേരള രാഷ്ട്രീയത്തിലും മാറ്റപ്പെടാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഏതാണ്ട് 38 വർഷക്കാലം UDFന്റെ ഭാഗമായിരുന്നു കേരള കോൺഗ്രസ് പാർട്ടി. KM മാണി സാറിന്റെയും അദ്ദേഹത്തിന്റെ പൈതൃകവും ഈ സംസ്ഥാനത്ത് വേണ്ട എന്ന് നിശ്ചയിക്കാൻ ആർക്കും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ നിലപാട് സ്വീകരിച്ചവർ ഇന്ന് കേരള പൊതുസമൂഹത്തിൽ ഇത് ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ പാർട്ടിയുടെ സ്വീകാര്യതയെ മനസ്സിലാക്കും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വന്നത്? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തില് ചെറുകിട നാമമാത്ര കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തില് കേരള കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ കാലിക പ്രസക്തി ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇന്ന് കേരളത്തിലുണ്ടെന്ന് ഞങ്ങൾ വിലയിരുത്തി. 2018 നവംബർ മാസത്തില് ചരൽക്കുന്നിൽ വെച്ച് നടന്ന പാർട്ടി ക്യാമ്പില് അന്ന് പാർട്ടി ചെയർമാൻ മാണി സാറാണ്, പാർട്ടിയുടെ ലീഡർ മാണി സാറാണ്. ഞങ്ങൾ കൈക്കൊണ്ടൊരു തീരുമാനമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 കർഷക രക്ഷ, 2 മതേതരത്വം, 3 ഒരു പുതിയ കേരളം. ഞങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തില് ഇന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിധത്തിലുള്ള വലിയ ആക്ഷേപങ്ങളാണല്ലോ പറയുന്നത്. അന്വേഷണ ഏജൻസികളെല്ലാം അതിൻ്റെതായ ദൗത്യങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ട്. അന്വേഷണം നടക്കട്ടെ, ആരെങ്കിലും എന്നെ തടസ്സപ്പെടുത്തിയോ? പക്ഷെ കേരളത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം, കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ എവിടെയാണ് സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്നത്? ഞങ്ങൾ കാർഷിക മേഖലയുടെ ഗുണങ്ങളെ കുറിച്ചും നേട്ടങ്ങളെ കുറിച്ചും ഒക്കെ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. കാർഷിക രംഗത്ത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. റബ്ബറിന്റെ വില വർദ്ധിക്കുന്നതിനാവശ്യമായ നടപടി, നെൽകർഷക മേഖലയിൽ ഉള്ള പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്നു. ഞാൻ ഇടുക്കിയിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങള് പട്ടവട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളില് ഒരുപക്ഷെ ആഭ്യന്തര ഉൽപാദന രംഗത്ത് ആ നിലയിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുന്ന ഇടുക്കി പോലുള്ള പ്രദേശങ്ങളില് കർഷകർക്ക് ആശ്വാസമേകുന്ന ഒരു കാര്യം എന്താ? സംവിധാനം വ്യക്തമാണ്. ഞാൻ ഒരു നിമിഷം ശ്രീ ജോഷി അഗസ്റ്റിൻ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് മലയോര മേഖലയിൽ അത് എക്കോ സെൻസിറ്റീവ് സോണുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കാം. ലക്ഷക്കണക്കിന് കർഷകരെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമാണ്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എന്നതിനേക്കാൾ ഉപരിയായിട്ട് കേരള സർക്കാർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ തിരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഈ വന്ന് ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് കൃത്യമായ റോളില്ലേ? അതിനെതിരെ എന്ത് നിയമം, അതിനെതിരെ എന്ത് നടപടികളാണ് ഈ സർക്കാർ എടുക്കാൻ പോകുന്നത്? ആ വിഷയങ്ങളൊക്കെ ജനങ്ങൾ അതൊക്കെ അറിഞ്ഞല്ലേ ജനങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ. അല്ല, അത് പറയാം, അതിലേക്ക് വരാം. ഞങ്ങൾ ചില നിലപാടുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഇവിടെ അധിവസിക്കുന്ന ജനത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അവർ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് ആദായം ഉണ്ടാകണം, അവരുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം. ആ നിലയിൽ പഴം പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ ഉത്പാദകരെ സംബന്ധിച്ചിടത്തോളം ഒരു ബലസ്ഥിരതാ സംവിധാനം ഈ രാജ്യത്ത് കൊണ്ടുവന്ന ആദ്യത്തെ സ്റ്റേറ്റ് കേരളമാണ്. പട്ടയ പ്രശ്നങ്ങളില്ലേ? ഇവിടെ പറഞ്ഞതുപോലുള്ള ഭൂപ്രശ്നങ്ങളുണ്ട്, പവർ സോണിന്റെ വിഷയമുണ്ട്. പവർ സോണിന്റെ വിഷയത്തില് എവിടെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് തെറ്റായ ഒരു ഇൻഫർമേഷൻ കൊടുത്തത്? കേരള സർക്കാർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം അത് ഇറക്കിയത്, അങ്ങനെയല്ലേ? അങ്ങനെയാണ് നമ്മളിത് ഈ ചർച്ചയിൽ നമ്മളത് 2 മണിക്കൂർ ചർച്ച ചെയ്ത വിഷയം കൂടിയാണത് ഇതിനു മുമ്പ്. അല്ല, ഞാൻ പറഞ്ഞത് ആ വിഷയങ്ങളിൽ ഈ ഗവൺമെന്റ് ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനമാണല്ലോ അറിയേണ്ടത്. ഇപ്പോൾ തീരുമാനം എടുത്തിട്ടില്ല. അതിൽ എന്ത് തീരുമാനം എടുത്തിട്ടുള്ളത് പുതുതായിട്ട്? അതാണല്ലോ വിഷയം. ആ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം ജനവിരുദ്ധ തീരുമാനമായിരിക്കില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ മാറ്റണമെന്നും ആ വിഷയത്തിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും വളരെ നിശ്ചയദാർഢ്യമുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്.
ഞങ്ങൾ ആ നിലപാടുകൾ കേരള മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയൊക്കെ അറിയിച്ചു. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ആ തീരുമാനത്തിലേക്ക് വരട്ടെ, ഒരു വിഷയം ഉണ്ടാവില്ല. ഇപ്പൊ നിർമ്മാണ മേഖല വിഷയം ഉണ്ടായി ഇടുക്കിയിൽ, നിർമ്മാണ നിരോധന മേഖല ഉണ്ടായി ഇടുക്കിയിൽ. ഇപ്പൊ എന്താ പ്രശ്നം? സമരങ്ങൾ നടന്നിട്ടില്ലേ? ഞാൻ ഈ സമരത്തിന്റെ ഭാഗമായിരുന്നല്ലോ. 2017 ഈ വിഷയം ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്നു. 2018 നിയമസഭയിൽ വിഷയം ഇഷ്യൂ ചെയ്തു. ഇപ്പോൾ അത് രൂക്ഷമായി വന്ന സമയത്ത് ചില സർക്കുലറുകൾ ഇറങ്ങിയപ്പോൾ അതിനെതിരെ നിയമസഭയിൽ നടന്ന കട്ടപ്പനയെ നിരാഹാര മണിക്കൂറിനകം മുഖ്യമന്ത്രി ഓൾ പാർട്ടി യോഗം വിളിക്കാൻ തയ്യാറായി. ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറുടെ ഓഫീസിൽ നിന്നാണ് ഈ വിഷയം എന്നെ അറിയിച്ചത്. സമരം പിൻവലിച്ചു. എവിടെ ഇപ്പൊ ഇടുക്കിയിലെ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ തർക്കമുണ്ടാകുന്നത്? ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തി വിഷയം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. വിഷയങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള വഴിയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കപ്പെട്ട വിഷയം. കൃത്യം. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ സരിൻ, ഞാൻ താങ്കളിലേക്ക് വരാനുള്ള കാരണമുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒപ്പമുണ്ടായിരുന്ന ഒരു പറ്റം മനുഷ്യർ ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിന്റെയൊക്കെ രാഷ്ട്രീയ കാലാവസ്ഥ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് ഇവരുടെ ഈ ഒരു കൊഴിഞ്ഞു പോക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്കുള്ള ഇവരുടെ ഒരു ചാഞ്ചാട്ടം അത് രാഷ്ട്രീയപരമായിട്ട് വലിയ നഷ്ടമാകത്തില്ലേ ഡോക്ടർ സരിൻ? ഔദ്യോഗികമായി 2 ചിഹ്നം അനുവദിച്ചു കിട്ടുകയും അതുപോലെ തന്നെ ശ്രീ റോഷി അഗസ്റ്റിൻ MLA പ്രതിദാനം ചെയ്യുകയും ചെയ്യുന്ന വിഭാഗം ആയിട്ടാണ് കേരള കോൺഗ്രസ് മാണിയെ നമ്മൾ ചിത്രീകരിക്കുന്നത് എങ്കിൽ ഈ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ തുല്യശക്തരായിട്ടുള്ള രണ്ട് വിഭാഗങ്ങളായി ഒരു പക്ഷെ നേതാക്കന്മാർ പിരിഞ്ഞിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും താഴെത്തട്ടിലുള്ള അണികൾ ഒരു പക്ഷേ കേരള കോൺഗ്രസിന്റെ ആരാധ്യനായിട്ടുള്ള അഭിവന്ദ്യ നേതാവ് മാണിസാറുടെ പൊളിറ്റിക്സിനെ ഉയർത്തിപ്പിടിക്കുന്നവർ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അത് മധ്യ തിരുവിതാംകൂറിലാവട്ടെ മധ്യ കേരളത്തിലാവട്ടെ കോൺഗ്രസിന്റെ കൂടെ തന്നെയാണ്. അത് ജോസഫ് പക്ഷത്തിനോട് ഉറച്ചു നിൽക്കുകയാണ് എന്ന്. കാരണം ഒരു പൊതു UDF വികാരമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങൾ മുന്നണികളുടെ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിട്ട് 40-ലേറെ വർഷങ്ങൾ. രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ അതിശക്തമായി പ്രതികരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ടിട്ട് ജനങ്ങളുടെ ചിന്ത എല്ലായ്പ്പോഴും 3 അക്ഷരങ്ങളെ മുൻനിർത്തി തന്നെയാണ്. അത് LDF അല്ലെങ്കിൽ UDF. അവിടെ NDA എന്ന് പറയുന്ന ഒരു 3ാം മുന്നണിക്ക് ജനങ്ങൾ ഇതുവരെയും സ്വീകാര്യത കൊടുത്തിട്ടില്ല. അവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി BJP ഒറ്റപ്പെട്ടു നിൽക്കുന്നു. BJP പ്രതിനിധി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഇവിടെ ഡോക്ടർ സരിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 2 പാർട്ടികളെ ചിത്രത്തിലുള്ളൂ. ഒന്ന് LDF-ഉം മറ്റൊന്ന് UDF-ഉം. ഈ NDAക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിൽ പോലും NDA ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഈ തെരഞ്ഞെടുപ്പിൽ LDF-ഉം കോൺഗ്രസും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഒരു പരിധിവരെ ഒരു ഭാഗത്ത് ശരിയാണ്. കാരണം LDF-ഉം കോൺഗ്രസും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് ഒന്നായിട്ടല്ലേ കാണാൻ പറ്റൂ. മറുഭാഗത്ത് പ്രതിഭാഗത്ത് 2 ഭാഗമുണ്ടല്ലോ. അതായത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് BJP ആണ്. BJP വരാതിരിക്കാൻ വേണ്ടി, BJPയെ ഇല്ലാതാക്കാൻ വേണ്ടി, BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർ 2 പേരും കൂടി ഒരു സയാമി സിരട്ടകളായി എങ്ങനെയാണോ ബീഹാർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, എങ്ങനെയാണോ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, എങ്ങനെയാണോ ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മത്സരിക്കുന്നത്, അതേപോലെ തന്നെ കേരളത്തിലും BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നു. കാരണം ഇന്ന് സാധാരണ ജനങ്ങളോട് ചോദിച്ചാൽ ആരാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷം എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി ജനങ്ങൾ പറയുന്ന മറുപടി എന്താ? ജനങ്ങൾ പറയുന്ന മറുപടി BJP ആണ് പ്രതിപക്ഷം എന്നാണ്. എന്താ കാരണം? നമ്മുടെ നാട്ടിലൊരു പ്രോവർബുണ്ട്, പണത്തിൻ്റെ മുകളിൽ പരുന്തു പറക്കില്ല. പക്ഷെ കേരളത്തിൽ ഇപ്പോഴത്തെ പ്രോവർബ് അത് മാറി. പണത്തിന് കീഴെ ഭരണപക്ഷവും പ്രതിപക്ഷവും, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും 2 പേരും ഒരുമിച്ച് പറക്കുന്നതാണ് കാണുന്നത്. അതാണല്ലോ ബിജു രമേശ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ. ബിജു രമേശ് പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോയാൽ 10 കോടി പിരിച്ചു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അത് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ എത്ര കോടി മേടിച്ചു രമേശ് ചെന്നിത്തല, എത്ര കോടി മേടിച്ചു കെ ബാബു, എത്ര കോടി മേടിച്ചു മാണി, ആ കാര്യങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിച്ചിരിക്കും. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഇവിടെ ശ്രീ ബിജു രമേശിന്റെ ആരോപണമൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ നമുക്ക് സാധിക്കും? കാരണം അദ്ദേഹം AIDMKയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് മത്സരിച്ച ഒരാളാണ്. മാത്രമല്ല ആ പാർട്ടി ഇപ്പോൾ BJPയെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയുമാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും നാളും മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെയോ ഒരു ആരോപണവും ഉന്നയിക്കാത്ത ഒരാൾ പെട്ടെന്ന് ഇതിൽ ഭരണപക്ഷത്തെ കൂടി ഇടപെടുത്തുമ്പോൾ അത് BJPയുടെ അജണ്ടയായിട്ട് കൂടി കണ്ടുകൂടെ? ബിജു രമേശ് ആരോപണം കൊണ്ടുവന്നത് എത്ര കൊല്ലം മുമ്പാണ്?
ബിജു രമേശിൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ മാണിക്കെതിരായിട്ട് സമരം നടത്തിയത്? ബിജു രമേശുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് അല്ലേ CPM സമരം നടത്തിയത്? അന്ന് CPMൻ്റെ ആളായിരുന്നു ബിജു രമേശ്. ഇപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ബിജു രമേശ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ ചോദ്യം തിരിച്ചു ചോദിക്കുക. ബിജു രമേശ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വിജിലൻസ് കേസ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ എടുക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറാവുന്നത്? അപ്പോൾ BJPക്കാർ പറഞ്ഞ് ബിജു രമേശിനെ കൊണ്ട് പറയിപ്പിച്ച് CPMനെ കൊണ്ട് കേസെടുപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണോ? അത് വിശ്വസിക്കാം. ബിജു രമേശ് പറഞ്ഞത് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പറഞ്ഞത് വിശ്വസിക്കാം. ബിജു രമേശ് ഇഡ്ഡലി കൊടുത്ത് പിണറായി വിജയൻ ഒതുക്കിയ കാര്യം വിശ്വസിക്കാൻ പാടില്ല. അതെന്ത് സമീപന? രണ്ട് കാര്യം പറഞ്ഞതും ഒരാളല്ലേ. ഒരാൾ പറഞ്ഞ ഒരു കാര്യം വിശ്വസിക്കാം, വേറൊരു കാര്യം വിശ്വസിക്കാൻ പാടില്ല. അതെന്ത് മര്യാദ? ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. അതെന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം BJP ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമാണ്, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അപ്പം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആദ്യം പറഞ്ഞതാരാ? രമേശ് ചെന്നിത്തല. അത് ഏത് വിഷയത്തിലാണ്? ലൈഫ് വിഷയത്തിൽ. അത് BJP ധാരണയാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പറയാൻ കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കക്ഷത്തിരിക്കുന്ന ഒരു ഏജൻസി അന്വേഷിച്ചാൽ എന്ത് കിട്ടും? ഞാൻ ചോദിക്കട്ടെ, ബിജു രമേശ് പറഞ്ഞ ബാറുകാരനിൽ നിന്ന് മേടിച്ച 10 കോടി രൂപ, ആ 10 കോടി രൂപ മേടിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. 10 കോടി മേടിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ 10 കോടി രൂപ ആവിയായി പോയോ? ഭൂമിയിൽ കുഴിച്ചിട്ടോ എന്നന്വേഷിക്കേണ്ട ബാധ്യത ആർക്കാ? വിജിലൻസിനല്ലേ? അന്വേഷിച്ചോ? ഇല്ല. അതെന്തുകൊണ്ട് അന്വേഷിച്ചില്ല? താല്പര്യമില്ല. കാരണം എന്താ? കോംപ്രമൈസ്. അപ്പോൾ അന്വേഷിക്കേണ്ടത് അന്വേഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഹൈക്കോടതി പറഞ്ഞത് പുനരന്വേഷണം വേണം. എന്താണ് അന്വേഷിച്ചത്? അതായത് അന്ന് തന്നെ ബിജു രമേശ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊടുത്ത മൊഴികളൊന്നും എഴുതുന്നില്ല. ഹൈക്കോടതിയിൽ വന്ന സമയത്ത് പറഞ്ഞത് എന്താ? തെളിവുകളില്ല, രേഖാമൂലമുള്ള തെളിവില്ല. രേഖാമൂലമുള്ള തെളിവ് ഉണ്ടാവണമെങ്കിൽ എഴുതിയെടുക്കണ്ടേ? അട്ടിമറിക്കാൻ വേണ്ടി പിണറായി വിജയനെ ഏൽപ്പിച്ച ആളല്ലേ. രേഖാമൂലമുള്ള തെളിവുകൾ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് രേഖാമൂലമുള്ള തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് വീണ്ടും കോടതി പറഞ്ഞു പുനരന്വേഷണം. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഇവരെ കൊണ്ട് 2 പേരെ കൊണ്ട് അന്വേഷിച്ചിട്ടും ഒരു കാര്യമില്ല. അതൊരു സത്യമല്ലേ? രണ്ടും പ്രതികളല്ലേ? ഇതൊന്നും ഇല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ ഭരിക്കാൻ, ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ വന്നവരല്ലേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കുള്ളത് കൊണ്ട് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയിൽ തുടരുന്നില്ല. മറ്റതിഥികളിലേക്ക് നമുക്ക് കടക്കാം. ഡോക്ടർ ഒരു സംശയം, ഈ തെരഞ്ഞെടുപ്പിലും ഒരു ഐക്യമുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്? അടുത്ത കാലത്ത് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പോലും ആരോപണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. അതൊക്കെ പരിഗണിക്കുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ താങ്കൾക്ക് സാധിക്കും, താങ്കളുടെ പാർട്ടിക്ക് സാധിക്കും? അതായത് അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന് UDF പറഞ്ഞു തുടങ്ങിയപ്പോൾ 1 or 2 UDF MLA-മാരെയോ അല്ലെങ്കിൽ മുൻ മന്ത്രിമാരെയോ അഴിമതി കേസിൽ പെടുത്തുക എന്ന രാഷ്ട്രീയ കുതന്ത്രം വളരെ കൃത്യമായി പയറ്റുകയാണ് CPM ചെയ്തത്. അതിനോട് ഏറ്റുപിടിക്കാൻ ഒരുപക്ഷെ ബാറുകൾ തുറക്കുന്നതിന് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ ബിജു രമേശിന്റെ ചില പ്രസ്താവനകളെ മുൻനിർത്തിക്കൊണ്ട് ആരോപണ പക്ഷേ ബിജു രമേശ് കോൺഗ്രസിനോട് മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഞാൻ അതിലേക്കാണ് വരുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെ അന്ന് ആരാണോ സഹായിച്ചത് ആ സഹായത്തിൽ നിന്ന്, ആ കേസുകളിൽ നിന്ന് അന്ന് തന്നെ പിന്മാറാനുള്ള ഒരു തരം രാഷ്ട്രീയ ഇരട്ടത്താപ്പ് കാണിച്ചു എന്നാണ് മുഖ്യമന്ത്രിക്കെതിരെ. എല്ലായ്പ്പോഴും അവസരവാദത്തിന്റെ ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന, തന്റെ ഇടം സേഫ് ആക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇടതുപക്ഷം ഇപ്പോൾ ജനങ്ങൾ വിലയിരുത്തുന്നത് ആ തരത്തിലേക്കാണ്. കോംപ്രമൈസിന്റെ പൊളിറ്റിക്സ് ഇന്ന് കാണിക്കുന്നത് LDF ആണ് എന്നുള്ള, ഒരുപക്ഷെ അത് ഭരണം നിലനിർത്തുന്നതിനോ മറ്റു തരത്തിലേക്കോ ഒക്കെ നിലവാര തകർച്ച നേരിടുന്നു. ഞാൻ തിരിച്ചു വരാം. ആ പോയിന്റ് ക്ലിയർ ആണ്. ശ്രീ ജെയ്ക് സി തോമസ്, അങ്ങനെ ഒരു കോംപ്രമൈസിങ് ഒരു മെന്റാലിറ്റിയോടെയാണോ ഇടതുപക്ഷ സർക്കാർ മുമ്പോട്ട് പോകുന്നത്? ഇവിടെ ഇലക്ഷൻ എടുക്കാറാകുമ്പോഴേക്കും 2 നേതാക്കന്മാർ അറസ്റ്റിലാകുന്നു. ഇപ്പോൾ വീണ്ടും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അവിടെ ശ്രീ ഡോക്ടർ സരിൻ പറഞ്ഞതുപോലുള്ള ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടോ? അതെ, യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ആദരണീയനായ പ്രതിനിധി അദ്ദേഹം മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്തായാലും അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ലൈഫ് മിഷനകത്ത് സ്വജനപക്ഷപാതം ഇത്യാദി ആരോപണങ്ങൾ ഉന്നയിച്ചതായി കാണാൻ കഴിയും. അദ്ദേഹം ഇപ്പോൾ പറയും അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന മുദ്രാവാക്യം ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. പിന്നീട് ഏതോ തരത്തിൽ കോംപ്രമൈസിംഗ് പൊളിറ്റിക്സ് LDF പയറ്റുന്നു എന്ന നിലയിൽ പറയുന്നു. ഇതിനൊക്കെ മറുപടിയുണ്ട്. അതായത് വളരെ പരിഹാസ്യമായിട്ട് എനിക്ക് തോന്നിയത്, അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന മുദ്രാവാക്യം അത് UDF ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ചതായി ഇന്നലെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വായിക്കാൻ വേണ്ടി എനിക്കറിയില്ല. അതെ, MM ഹസൻ അത് പറയുകയും ചെയ്തു. MM ഹസൻ അത് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു മുദ്രാവാക്യം ഇല്ലെന്നാണ് ഞാൻ കേൾക്കുന്നത്. അതിലേക്ക് മറുപടി ഞാൻ വരാം. ഞാൻ സരിലേക്ക് വരാം. ജയ്ക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും.
അതെ അതെ, അതായത് അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ സമഗ്രതയിലും സൂക്ഷ്മതയിലും തങ്ങൾക്ക് തിരിച്ചടിയാവുമെന്ന് UDF തന്നെ തിരിച്ചറിയുന്നു. അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ ഞാൻ മറ്റൊരു മാധ്യമ സംവാദത്തിൽ ഞാൻ പറയുകയുണ്ടായി, ആ മുദ്രാവാക്യം യഥാർത്ഥത്തിൽ LDF-ന് വളരെ സഹായകരമാണ്, ഞങ്ങളുടെ ജോലി കുറച്ചു തരുന്നതാണ്. കാരണം എന്താണ്, അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന മുദ്രാവാക്യം UDF നമ്മുടെ പഞ്ചായത്തിൽ, നഗരസഭയിൽ, കോർപ്പറേഷനിൽ ഒരു ചുവരെടുത്ത് എഴുതുന്നു. ഞങ്ങൾ എന്താ ചെയ്യുക, ആ ചുവരെഴുത്തിന്റെ ചുവട്ടിൽ കൊണ്ട പാലാരിവട്ടം പാലത്തിന്റെ ഒരു ചിത്രം കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ട പണി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. MC കമറുദ്ദീൻ എന്ന് പറയുന്ന 150 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്തും അതേപോലെ കള്ളപ്പണത്തിന് പുറകെ നടത്തിയ ഒരു MLA-യുടെ ചിത്രം ഒരു മോർഫ് ചെയ്യാത്തതുമായ നല്ല അന്തസ്സുള്ള ചിത്രം കൊണ്ട് പതിച്ചു വെക്കേണ്ട ജോലി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പ്രതിപക്ഷ നേതാവ് ദാ ഇപ്പോൾ 1 കോടി രൂപ നേരിട്ട് കൈപ്പറ്റിയിരിക്കുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും വിളിച്ച് എന്റെ അടുക്കൽ കരഞ്ഞ് കാല് പിടിച്ചു എന്ന് പറഞ്ഞ ആ ആരോപണത്തിന്റെ ഒരു പത്രക്കുറിപ്പ്, അതിന്റെ ഒരു ചിത്രം കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ട ചുമതലയെ ഞങ്ങൾക്കുള്ളൂ. പക്ഷെ അത് എന്തുകൊണ്ടോ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം UDF-ന്റെ കൺവീനർ തന്നെ ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആ മുദ്രാവാക്യം ഞങ്ങൾ മാറ്റി, അഴിമതിക്കെതിരെ ഒരു വോട്ട് അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് UDF തന്നെ തിരിച്ചറിയുകയും ആ മുദ്രാവാക്യം മാറ്റുകയും ചെയ്ത കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പരിഹാസ്യപൂർവമായ നടപടികളിലൂടെ UDF കടന്നു പോകുന്ന ഘട്ടത്തിലാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഞാൻ തിരിച്ചു വരാം, പെട്ടെന്ന് ഒരു മറുപടി ഞാൻ മേടിച്ചോട്ടെ. ഡോക്ടർ സരിൻ, ഒരു മറുപടി ഉണ്ടോ? UDF ഒരു മുദ്രാവാക്യത്തിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ള ചിത്രീകരണമല്ല അവിടെ വേണ്ടത്. ജനങ്ങളുടെ ഇടയിലേക്ക് അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവിടെ നടന്നിട്ടുള്ള ഒരുപക്ഷെ കൊടിയുടെ നിറം നോക്കി മാത്രം ആനുകൂല്യങ്ങൾ വീതം വെച്ച് നൽകിയ ഒരു പ്രവണതയ്ക്ക് കൃത്യമായി തടയിടാൻ സാധിക്കും വിധം പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ അതില് നമ്മൾ കേരളം 2 പ്രളയത്തെ നേരിട്ടു. മാത്രമല്ല കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തേണ്ട പദ്ധതി അല്ലെങ്കിൽ വികസന പദ്ധതികളാവട്ടെ, ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങളിലുള്ള ഇടപെടലുകളാവട്ടെ, അവിടെ കൈക്കൊണ്ട ചില വിഷയങ്ങളിൽ പൊതുവിൽ സ്വീകരിച്ച നിലപാട് ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടേതും തന്നെയാണ് എന്നുള്ള വിലയിരുത്തൽ നിന്ന് ഒരിക്കലും കോൺഗ്രസോ UDF-ഓ പിന്നോട്ട് പോയിട്ടില്ല. മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് വാങ്ങുക എന്നുള്ളത് UDF-ന്റെ കൺവീനർ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്ന വിധം ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഉറക്കെ പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഉറക്കെ പറയുന്നില്ല, മനസ്സിലാക്കി അതായി ഒരു പ്രചരണ മുദ്രാവാക്യമാക്കുന്നില്ല എന്നുള്ളൂ. ശ്രീ ജെയ്ക്ക് പറഞ്ഞതുപോലെ പാലാരിവട്ടം പാലത്തിന് പട ഒട്ടിച്ചാൽ അത് ഇടതുപക്ഷത്തിന് വോട്ടായി മാറുന്ന ജെയ്ക്ക് പറയുന്നത്, അതൊക്കെ സത്യമാണോ? അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെയാണോ അതിനെ വിലയിരുത്തേണ്ടത്? എപ്പോഴും ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണല്ലോ. ഒരു കൂട്ടർ ചെയ്യുന്ന ഒരു വിഭാഗം നടത്തുന്ന പ്രചരണത്തിന്റെയും അതിൻ്റെതായിട്ടുള്ള രീതികളെയും ഇകഴ്ത്തി കാണിക്കുക എന്നുള്ള ആ ഒരു പൊതുബോധമാണ് എപ്പോഴും CPM-നെ നയിക്കുന്നത്. അപ്പൊ ഈ പാലാരിവട്ടം എന്ന ഒറ്റപ്പാലം, അതിൽ തന്നെ അഴിമതിയുടെ വിഷയങ്ങൾ കൃത്യമായി കേസ് വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചത്ത് വരാലോ. കേസ് വരുമ്പോൾ അത് വെളിച്ചത്തിൽ വരികയും ചെയ്യും. അവിടെ സംഭവിച്ച ഉദ്യോഗസ്ഥ തല ഇടപെടലുകൾക്ക് ഒരു മന്ത്രിയെ ബലിയാടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനെ കൃത്യമായി ലീഗ് അവരുടെ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്നുള്ള രീതിയിൽ തന്നെ അതിനെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നു. മുന്നണി എന്നുള്ള രീതിയിൽ UDF-ഉം പിന്തുണയ്ക്കുന്നു. അവിടുത്തെ ആരോപണങ്ങളെ നിയമ സംവിധാനങ്ങളുടെ കീഴിൽ തെളിയിച്ചു കൊണ്ടുവന്നാൽ, നേരത്തെ പറയുന്നത് കേട്ടു, ഇപ്പോഴും ആരോപണങ്ങളാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളൂ എന്ന്. ഇവിടെയും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് എന്താ? പാലാരിവട്ടം പാലത്തിന്റെ കേസിൽ എന്താണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്? MC കമറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിയാധിഷ്ഠിതമായ ഒരു കാര്യത്തിൽ അദ്ദേഹം MLA ആണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഇരട്ട പദവി എന്നുള്ളത് വേണം കാണാം. വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു സ്ഥാപനം നടത്തുന്നു, MLA എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ മറയാക്കിയോ എന്നുള്ള ചോദ്യം. ഇത് രണ്ടും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊന്നും മറച്ചു പിടിക്കുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഇത് രണ്ടും മുന്നിൽ വെച്ചുകൊണ്ട് CPM അവർ കാട്ടിക്കൂട്ടിയിരിക്കുന്ന ഓരോ കൊള്ളരുതായ്മകൾക്കും, ഞാൻ പറഞ്ഞില്ലേ 2 മന്ത്രിമാർ രാജിവെച്ചത് വെറുതെ ഒന്നല്ല. മന്ത്രി EP ജയരാജൻ രാജിവെച്ചത് എന്തിനായിരുന്നു? അത് കേരള പൊതുസമൂഹം ഇപ്പോ ചർച്ച ചെയ്യുന്നില്ലെന്നാണോ ജയിക്ക് വിചാരിക്കണത്? എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. EP ജയരാജൻ രാജിവെച്ചത് എന്തിനായിരുന്നു? ചാനൽ അവതാരകൻ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അഴിമതിയല്ലേ? അതൊരു അഴിമതി അല്ലായിരുന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിലെ തോമസ് ചാണ്ടി എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു പോയി, കുട്ടനാട്ടിലെ MLA, അദ്ദേഹം രാജിവെച്ചത് എന്തിനായിരുന്നു? ഒരുപക്ഷെ അഴിമതി അല്ലാത്തൊരു രാജി നടത്തിയത് ശശീന്ദ്രൻ മാത്രമാണ്. പക്ഷെ അത് അഴിമതിയേക്കാൾ തരം താണ ഒരു വ്യക്തി ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ പുലർത്താൻ പാടില്ലാത്ത ചില സ്വഭാവ സവിശേഷതകൾ. അതിന്റെ വിഷയം മറ്റൊരു രീതിയിലാണ്. അത് നമ്മൾ 2 അഴിമതി കേസുകളിൽ രാജിവെച്ച മന്ത്രിമാരെ പേറുന്ന ഈ മന്ത്രിസഭയ്ക്ക് അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന് പറയാൻ കോൺഗ്രസിന് മടിയൊന്നുമില്ല ഇപ്പോഴും. അതിനെ
ഉച്ചത്തിൽ പറയുമ്പോൾ അതിനെ വഴിമാറ്റി വിടാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൽ നിന്നുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ടാക്ടിക്കൽ പിന്മാറ്റം മാത്രമായിട്ട് ഇതിനെ കാണാൻ പഠിക്കണം. ഓക്കെ, ശ്രീ ജയ്ക്ക്, അപ്പോൾ ഇവിടെ വീണ്ടും പ്രശ്നമാണ്. കാരണം 2 മന്ത്രിമാർ രാജിവെച്ചൊരു പാർട്ടിക്ക് എങ്ങനെയാണ് അത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് ഈ UDF-നെതിരെ ആരോപണം ഉന്നയിക്കാൻ പറ്റുക? നിരവധി ആരോപണങ്ങൾ ഉണ്ട് താനും. അതായത് അദ്ദേഹം പറഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ അഴിമതിക്കെതിരെയുള്ള വോട്ടെന്നുള്ള മുദ്രാവാക്യം ഞങ്ങൾ പിൻവലിച്ചു. പക്ഷെ പിൻവലിച്ചത് ഇവരെ പേടിച്ചിട്ടൊന്നുമല്ല, ഞങ്ങള് കൂടുതൽ സൂക്ഷ്മമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ. എന്തായാലും നല്ലത്, കേൾക്കട്ടെ. നമ്മുടെ നാട്ടിൽ പൊതുസമൂഹം ഇത് കേൾക്കട്ടെ, ജനങ്ങൾ ഇത് കേൾക്കട്ടെ. അഴിമതിക്ക് മുദ്രാവാക്യം വെക്കുക, അതിനുവേണ്ടി വോട്ട് ചോദിക്കുക, ഒടുവിൽ അത് പിൻവലിക്കുക, അത് തിരിച്ചടി തങ്ങൾക്ക് സ്വയം മാറിത്തീരുമെന്ന് കരുതുക. എന്തായാലും അതൊക്കെ ഒരു നല്ല കാര്യമാണ്. കാരണം അഴിമതിക്കെതിരെ UDF-ന് വോട്ട് ചോദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടതായി വന്നു. അദ്ദേഹം പറഞ്ഞു വന്ന വഴിയിൽ ഒരു സമീകരണം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഏതാണ്? LDF-ൽ 2 മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ടല്ലോ, അത് അഴിമതി കേസല്ലേ? ഏത് അഴിമതി കേസാണ് LDF-ന്റെ മന്ത്രിമാർ രാജിവെക്കാൻ കാരണമായത്? ഒന്ന് പറയട്ടെ കോൺഗ്രസിന്റെ ബഹുമാനിയായ പ്രതിനിധി. 39 കോടി രൂപയുടെ പാലം പണിത്, മുമ്പ് സിനിമയിൽ മാത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന പഞ്ചവടി പാലം എന്ന് പറയുന്ന 986-ലെ സിനിമ ആദരണീയ KG ജോർജും കോട്ടയംകാരനായ വേളൂർ കൃഷ്ണൻകുട്ടിയും ചേർന്ന് തിരക്കഥ എഴുതിയപ്പോൾ അവർ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊരു പാലം കേരളത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ സമ്മതിക്കാൻ പാടില്ല. സിനിമയിൽ കണ്ട ഒരു പാലം ഞങ്ങൾ അഴിമതി നടത്തി കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് മത്സര ബുദ്ധിയോടുകൂടെ തെളിയിച്ച് ആ പാലം തകർന്നു വീഴുമെന്ന് ആരാ പറഞ്ഞത്? CPM-ന്റെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരല്ല പറഞ്ഞത്, അല്ലെങ്കിൽ LDF-ന്റെ നേതാക്കന്മാരല്ല പറഞ്ഞത്. മിടുക്കരായ ചെന്നൈ IIT-യിലെ വിദ്യാർത്ഥികളും ഒന്ന് പരിശോധിച്ചു. 1ാമത്തെ മണിക്കൂറിൽ അവർ പറഞ്ഞു എത്രയും വേഗം ഇത് അടച്ചുപൂട്ടണം. ആദരണീയനായ E. ശ്രീധരൻ, രാജ്യത്തിന്റെ മെട്രോമാൻ, പറഞ്ഞു ഇതിലെ 99 ഗട്ടറുകളും പ്രശ്നമാണ്, മുഴുവൻ സ്പാനുകളും പ്രശ്നമാണ്. തകർത്തെടുത്തു മാറ്റി ഇപ്പൊ പുതിയ പാലം, കമ്പിയും സിമെന്റുമുള്ള നല്ല അന്തസ്സുള്ള പുതിയ പാലം LDF പണിതുകൊണ്ടിരിക്കുകയാണ്. ആ കേസിലെ അഴിമതിക്കാരനെ ഇപ്പോഴും സംരക്ഷിച്ചു വെച്ചിട്ടാണ് നിങ്ങൾ കോൺഗ്രസുകാർ ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. പിന്നെ അഴിമതി LDF-ന്റെ ശ്രീ ജയ്ക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരാൾ കുറ്റം ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ അധികാരിക്കും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഞാൻ തിരിച്ചു വരാം, വളരെ പെട്ടെന്ന് ഞാൻ ശ്രീ ജോഷി അഗസ്റ്റിനിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ജോഷി അഗസ്റ്റിൻ, നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ഈ അഴിമതിയുടെ ആ വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. മറ്റേതൊക്കെ വിഷയങ്ങളായിരിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മലയോര ജനത ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത്? അത് എത്രത്തോളം ഇടതുപക്ഷത്തിന് അനുകൂലമാകും? അതൊക്കെ ചർച്ച ചെയ്ത് വരുമ്പോൾ അത് കോൺഗ്രസ് തന്നെ അനുകൂലമാകാൻ സാധ്യതയുള്ളൂ. UDF-നകത്തായിരിക്കും കേരളത്തിലെ മുഴുവൻ കേരള കോൺഗ്രസ്സുകാരും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. കേരള കോൺഗ്രസിന് അതിൻ്റെതായ ഒരു ലേബലുണ്ട്, കേരള കോൺഗ്രസിന് അതിൻ്റെതായ നിലപാടുണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ട്. കോൺഗ്രസിനോടൊപ്പം നിന്നപ്പം UDF, അത് ഞങ്ങളുടെ നിലപാടാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങളെ പുറത്താക്കിയത് എന്നുള്ള കാര്യം ശരണെന്ന് പറയാൻ തയ്യാറാകണ്ടേ? പ്രേക്ഷകരെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ നിലപാടുകളിൽ ഞങ്ങൾ എടുത്തൊരു തെറ്റുണ്ടായത്, ഞങ്ങൾ ഓരോ കാര്യങ്ങളും പ്രശ്നപരമായി മനസ്സിലാക്കി പഠിച്ചുമാണ് തീരുമാനമെടുത്തത്. ഞാൻ പറഞ്ഞല്ലോ ചരൽക്കുന്ന് ക്യാമ്പ്, ഇവിടെ പറഞ്ഞതിൽ കാർഷിക മേഖലയ്ക്ക് ഒരു ഗുണമുണ്ടാകും. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. മതേതരത്വം ഈ രാജ്യത്തെ സംരക്ഷിക്കപ്പെടണം. അതിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ന് നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. വികസന രംഗത്തൊരു കാഴ്ചപ്പാടും പുതുപ്പും ഉണ്ടാകണം. അതിനുള്ള നിലപാടുകൾ ഈ കേരളത്തിൽ തുടരുന്നുണ്ട്. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് കേരള കോൺഗ്രസുകാരുടെ ഐഡന്റിറ്റിയെ അങ്ങനെ തടഞ്ഞാൽ കാണരുത്. ഞങ്ങൾ ചെല്ലുന്നവർക്കെല്ലാം കൂടും കുടുക്കിയായിട്ട് അവിടെ നിൽക്കും എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് പ്രവർത്തകരെ വ്രണപ്പെടുത്തുന്ന നിലയിൽ സംസാരിക്കുന്നത് ശരിയല്ല. കേരള കോൺഗ്രസിൽ KM മാണിയോടൊപ്പം നിൽക്കുകയും KM മാണി സാറിന്റെ പൈതൃകത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ എവിടെയെന്ന് എന്റെ ഇലക്ഷൻ കമ്മീഷൻ എന്താ കണ്ടത്? മെജോറിറ്റി ഓഫ് ദ പാർട്ടി ലെഡ് ബൈ ശ്രീ ജോസ് മാണി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന പേര് ഉപയോഗിക്കാനും ചിഹ്നം കൊടുത്തു. അതിന്റെ വെറുതെ കൊടുത്ത അതിനെ ഹൈക്കോടതി ചോദ്യം ചെയ്തു. ആ ഹൈക്കോടതി അതിനെയാണല്ലോ ശരിവെച്ചത്. പിന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. എന്താ രണ്ടിലെയും ഞങ്ങളുടെ ഈ തീരുമാനത്തെയും സ്റ്റേ ചെയ്യാത്ത? ഇതൊക്കെ സത്യസന്ധ. എല്ലാവരും ജോസഫ് വിഭാഗത്തിലേക്ക് വന്നിരിക്കുന്നു. അണികൾ മുഴുവൻ ജോസഫിനോട് UDF-ലാണെന്നൊക്കെ പറയുന്നത് ഒരു ചർച്ചയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരിക്കലും പാടില്ല. അതറിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരട്ടെ. മലയാള മേഖലയിലും കുടിയേറ്റ ജനതയിലും കേരള കോൺഗ്രസിന്റെ വികാരം എവിടെയെന്നറിയാം. അതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴും ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളും ഒരു പാർട്ടി നേതാവിനും ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനും പാർട്ടിയുടെ പൈതൃകത്തിനും ഓട്ടം വരാതെ ഈ പാർട്ടിയെ സൂക്ഷിക്കുവാനുള്ള ധാർമ്മികതയെ ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചത്.
അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കേരള കോൺഗ്രസിന് രണ്ട് അഭിപ്രായമില്ലെന്ന് മാത്രമല്ല, മാണിയുടെ നേതൃത്വത്തിൽ ഈ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ, ആ മുന്നണിക്ക് പിന്തുണ കൊടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ആ മുന്നണിയുടെ ഭാഗമാക്കി കേരള കോൺഗ്രസിനെ എടുത്തെങ്കിൽ ബഹുജന അടിത്തറയുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നുള്ള CPM-ന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും ചിന്തയും വിലയിരുത്തലുമാണെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, യാതൊരു സംശയവും വേണ്ട. കാര്യം കോൺഗ്രസ് കേരള കോൺഗ്രസ് ഒരുമിച്ച് നിന്ന സന്ദർഭത്തില് ഇവിടെ ഉണ്ടായിരുന്ന നോട്ട് പാറ്റേൺ CPM CPI ഉൾപ്പെടെയുള്ള മുന്നണി മറുവശത്ത് ഞങ്ങളുടെയൊക്കെ ജില്ലകളിൽ വോട്ട് എന്ന് പറയുന്നത് അവസാനം എണ്ണിക്കഴിഞ്ഞപ്പോൾ കണ്ടത് ഉറിയിട്ട് ജയിച്ചത് മുതൽ ഏതാണ്ട് 100 വോട്ടിന് താഴെയാണ് 90% സീറ്റുകളും ജയിച്ചത്. അവിടേക്കാണ് കേരള കോൺഗ്രസ് പാർട്ടികളുടെ മറുവശത്തേക്ക് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിനെ കുറിച്ച് വിലയിരുത്താം. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാടുകൾ, കേരള കോൺഗ്രസ് അത്തരം കാര്യങ്ങളൊന്നും ആരുടെ വൈരുദ്ധ്യത്തിൽ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടിൽ തന്നെ മുന്നോട്ട് പോകും. ഇന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള നിലപാടുകൾക്ക് അനുസൃതമായി പോകുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുമായി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ഡോക്ടർ സരിൻ മറുപടി. ഇല്ല, ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന് എതിര് നിൽക്കുന്ന കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്. UDF-ൽ നിന്ന് LDF-ലേക്ക് പോകാനുണ്ടായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അനൈക്യവും ഒത്തൊരുമയും ഇല്ലായ്മ ഒരു മുന്നണിയെ തകർക്കുമെന്ന് കാണുമ്പോൾ ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നം തീർക്കാൻ ആ മുന്നണിയിലെ കുറച്ചുകൂടി സ്വാധീനമുള്ള വലിയ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് പരാജയപ്പെടുത്തിയേ അടങ്ങൂ എന്ന് വാശിയുള്ള ഒരു വിഭാഗവും അതിലും സമരസപ്പെടാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗവും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൽ വിട്ടുപോകണം. അതായത് കോൺഗ്രസ് എല്ലാ വഴികളും നോക്കിയിരുന്നു ഇവരെ മുന്നണി നിർത്താൻ വേണ്ടി. ആ സാധ്യതകളെല്ലാം അറിഞ്ഞപ്പോഴാണല്ലേ പുറത്തേക്ക് പോകാൻ വന്നത്. അങ്ങനെയാണോ പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ആവർത്തിച്ചു പറയുന്നു. ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് ജോസ് കെ വിഭാഗത്തിനോട് പറഞ്ഞതിനെയാണ് പുറത്താക്കി എന്ന വ്യാഖ്യാനം ചമയ്ക്കാൻ ശ്രമിച്ചത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അന്നത്തെ തീർത്തും ആ തീരുമാനം അന്ന് പ്രഖ്യാപിച്ചപ്പോഴും ഒക്കെ ഉണ്ടായ കാര്യങ്ങൾക്ക് ശേഷം ഒരു കാരണം കാത്തുനിൽക്കുന്നത് പോലെയുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് മുന്നിട്ടിറങ്ങുകയായിരുന്നു പിന്നീട് ജോസ് കെ വിഭാഗം. അതിന് നമുക്ക് അവരെ തിരുത്താൻ പറ്റില്ലായിരുന്നു. അവരുടെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടാതിരുന്നതാണോ കോൺഗ്രസ് ചെയ്ത തെറ്റ്? ഇപ്പോഴും മനസ്സിലാകുന്നില്ല. UDF-ൽ നിന്ന് എപ്പോഴാണ് അത്തരത്തിൽ പുറത്തു പോകേണ്ടി വന്നത് എന്ന് ആത്മവിമർശനമായി വിലയിരുത്തണം എന്നാണ് ഇപ്പോഴും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായും ആരുടെ കൂടെയാണ് യഥാർത്ഥത്തിലെ കേരള കോൺഗ്രസ് വോട്ടുകൾ എന്നുള്ള വിലയിരുത്തൽ തന്നെ ആകട്ടെ. അത് തന്നെയാണ് നമ്മളും പ്രത്യാശിക്കുന്നത്. ഒരു വാക്ക് സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് ഡോക്ടർ സരി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജൂൺ മാസം 29-ാം തീയതി UDF-ന്റെ കൺവീനർ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഈ രാജ്യത്തെ എല്ലാ മീഡിയയും പുറത്തു കൊണ്ടുവന്നല്ലേ? ഞങ്ങൾ ആരെങ്കിലും ആണോ പറഞ്ഞത്? അന്ന് പറഞ്ഞ വാക്കുകൾ പരിശോധിക്കണം. ഒന്ന്, യാതൊരു തെറ്റുമില്ല, ഞങ്ങളെ പുറത്താക്കുക തന്നെയാണ് ചെയ്തത്. അത് പരിശോധിക്കാമല്ലോ. അതാണ് ഞാൻ പറയുന്നത്. തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാക്കിയത്. അത് കാരണം അന്നത്തെ മീഡിയ മുഴുവൻ, പത്രങ്ങൾ മുഴുവൻ എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഞങ്ങളെ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ വിഷയമാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഒരു വിഷയം ഉണ്ടായാൽ അത് കോട്ടയം ജില്ലയിൽ നിർത്തിയാൽ പോരെ? ഏതെല്ലാം പഞ്ചായത്തിൽ കൂടെ UDF-നകത്ത് പരസ്പര മത്സരം നടന്നിട്ടുണ്ട്. ഞാൻ പ്രതിനിധീകരിക്കുന്ന ഇടുക്കി ജില്ല. ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ. ഇവിടുത്തെ കോൺഗ്രസ്സുകാരും സാധാരണക്കാരും ഒക്കെ എത്രയോ ദുഃഖവും വിഷമവും ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് വളരെ പ്ലാൻ ചെയ്തതാണെന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ വിലയിരുത്തൽ തെറ്റായി കാണരുത്. ഈ ഗവൺമെന്റിന്റെ 4ാം വാർഷിക ദിനത്തില് ഞാനും ജോസ് കെ മാണിയും തോമസ് ചാഴികാടനും ജയരാജ് MLA-യും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പിടിക്കാൻ നടത്തിയൊരു സമരം ഉദ്ഘാടനം ചെയ്ത് രമേശ് ചെന്നിത്തലയാ. അന്ന് ശ്രീ PJ ജോസഫ് സാറ് മംഗളം പത്രത്തിൽ സപ്ലിമെന്റ് എടുത്തിറക്കി. ഡോക്ടർ സരി കണ്ടു കാണില്ല. കേരളം ഇതുവരെ കണ്ടതിൽ ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ പടം ഉൾപ്പെടെ ഇവരെല്ലാം ഒരുമിച്ച് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ ഒരു പേജ് സപ്ലിമെന്റ് ഇറക്കി ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും പ്രശംസിച്ചത് ശ്രീ PJ ജോസഫ് സാറാ. തെളിവ് കണ്ടുതരാ. എന്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഇടുക്കിയില് പാത്തക്കുടി ഗ്രാമപഞ്ചായത്തിൽ CPM-നെതിരെ കൊണ്ടുവന്ന കോൺഗ്രസിന്റെ അവിശ്വാസത്തെ പരാജയപ്പെടുത്തുന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറാ. തൊടുപുഴയിൽ സർക്കാർ സ്വകാര്യ യൂണിയൻ തെരഞ്ഞെടുപ്പ് നിർത്തിയത് ജോസഫ് ആളാ.
ഈ ദോഷങ്ങളെല്ലാം സംഭവിച്ചിട്ടും ഞങ്ങൾ ചെയ്തതാണ് തെറ്റെന്ന് പറയുന്ന ഒരു സ്ഥിതി ശരിയല്ല. ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ആ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കൈക്കൊണ്ട തീരുമാനം ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുത്തു. ഞങ്ങൾ മെമ്മോറാണ്ടങ്ങൾക്കെല്ലാം മറുപടി കിട്ടി തുടങ്ങിയപ്പോൾ നമുക്ക് ആ വിഷയത്തിൽ ആവശ്യത്തിലധികം ചർച്ച നടത്തി കഴിഞ്ഞു. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ മലയോര ജനതയിലെ യുവജനങ്ങൾ, മലയോര മേഖലയിലെ യുവജനതകൾ വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ്. അങ്ങേക്ക് അറിയാമല്ലോ എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് യുവജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ, കഴിഞ്ഞ ഈ 4 വർഷത്തേക്ക് 128 കോടി രൂപയുടെ കൺസൾട്ടൻസി രാജ് എന്ന വാക്ക് പോലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു വിഷയം അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ PSC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് KS പരീക്ഷയിൽ പോലും വ്യാപകമായി ക്രമക്കേട് നടക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് സാധാരണക്കാരായ യുവജനങ്ങൾക്ക് എത്രത്തോളം സർക്കാർ ജോലികളിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ 4 വർഷത്തിനിടയ്ക്ക് എത്രത്തോളം തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട വേണ്ടപ്പെട്ട പാർട്ടിയിലെ അണികളെ കൃത്യമായിട്ട് ഓരോരോ കൺസൾട്ടൻസിയുടെ പേരിൽ പറഞ്ഞ് ജോലി കൊടുക്കാനുള്ള ആ ജാഗ്രത ഈ പാവപ്പെട്ട യുവജനങ്ങളുടെ മേഖലയിൽ താങ്കളുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? ആ നിലയിൽ എത്രത്തോളം താങ്കൾക്ക് LDF-നെ ആശ്രയിക്കാനും അവരെ വിശ്വസിക്കുവാനും സാധിക്കും? ശ്രീ റോഷി അഗസ്റ്റിൻ. സ്വാഭാവികമായിട്ടും PSC-യിൽ കൂടിയുള്ള നിയമനങ്ങൾ നടക്കണം. ഇവിടെ പ്രത്യേകിച്ച് പോലീസ് തസ്തികയിലേക്ക് അതെ, അതിനുള്ള സമരത്തിലൊക്കെ പങ്കെടുത്ത ഒരാൾ കൂടിയാണ് ശ്രീ റോഷി അഗസ്റ്റിൻ അല്ലേ? തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളിയിൽ സമരത്തിലൊക്കെ പങ്കെടുത്ത ആൾ കൂടിയാണ്. പങ്കെടുക്കുക മാത്രമല്ല, ഞങ്ങൾ ഈ മുന്നണിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഈ കാര്യങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ നടന്നു ഞാൻ ചർച്ച പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ, ചെറുപ്പക്കാരുടെ വിഷയങ്ങൾ ഞങ്ങളൊക്കെ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല. അർഹതയുള്ള ഒരു ടെസ്റ്റ് എഴുതി ജയിച്ച അർഹതയുള്ള ചെറുപ്പക്കാരെ ഒരു കാരണവശാലും പിൻവാതിൽ നിയമനം മുഖാന്തരം ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ മാറ്റി നിർത്താനായിട്ട് സാധ്യമല്ല. അത് ഗവൺമെന്റ് ഡെഡിക്കേറ്റഡ് ആയി തീരുമാനം എടുക്കണം. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങളോട് യോജിച്ച് ആ യുവജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എന്റെ നിലപാടിൽ മാറ്റമില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ല. അത് സ്വാഭാവിക നീതിയല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടായ വിഷയങ്ങളൊക്കെ തന്നെ ഇടപെടാൻ ഉള്ള അവസരങ്ങൾ കൂടുതലായി ലഭിച്ചിരിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ ശേഷിച്ച ഈ കാലഘട്ടവും തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരും. അവർക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആവശ്യമാണെന്നുള്ള നിലപാട് തന്നെയാണ് ഞാൻ കൊണ്ടത്. വ്യക്തമാണ്. ഡോക്ടർ സരിൻ, UDF-ന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ നമ്മൾ കണ്ടു കോവിഡിന്റെ വാക്സിൻ അതിന്റെ സുഗമമായിട്ട് എത്തുന്നതിന് വേണ്ടിയുള്ള ക്രമങ്ങൾ നടത്തുമെന്നൊക്കെ. ബീഹാറിലെ ഇലക്ഷനിൽ ഇത്തരത്തിലും ഒരു തീരുമാനമെടുത്തപ്പോൾ അതിനെയൊക്കെ വിമർശിച്ച ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. എങ്കിലും അതിന്റെ കോണ്ടെക്സ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കാം, അതവിടെ നിൽക്കട്ടെ. കോവിഡ് ആണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇടതുപക്ഷം കോവിഡ് നേരിട്ട രീതിയുണ്ടല്ലോ. രാജ്യം മൊത്തം ലോക്ക്ഡൌണിനെ നേരിട്ട സമയത്തൊക്കെ ഇടതുപക്ഷത്തിന് അതിലൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഇടതുപക്ഷം ആ ഒരു ആത്മവിശ്വാസത്തിലാണ് കോവിഡിൽ നേരിട്ടതൊക്കെ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്, വിവരിച്ചിട്ടുമുണ്ട്. അതൊരു കോവിഡ് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായാൽ അത് ആർക്കായിരിക്കും നേട്ടം? ഇവിടെ മനസ്സിലാക്കേണ്ടത് കോവിഡ് പ്രതിരോധം എന്നുള്ള പേരിൽ പാളിപ്പോയ നീക്കങ്ങളുടെ പ്രത്യാഘാതം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് 2 മാസത്തിലേറെ നീട്ടിവെക്കേണ്ടി വന്നത്. ഒരു പക്ഷേ സ്വാഭാവികമായി കോവിഡിനെ അതിജീവിക്കാനുള്ള മുന്നൊരുക്കങ്ങളും അതിനു വേണ്ടുന്ന രീതിയിൽ തന്നെയുള്ള സജ്ജീകരണങ്ങളുമായിരുന്നു സർക്കാരിന്റെ മുൻഗണന എങ്കിൽ, ഞാൻ ആവർത്തിക്കുകയാണ്, പറഞ്ഞു പരത്തിയ മുൻഗണനയ്ക്കപ്പുറം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അത് തന്നെയാണ് നടപ്പിലായത് എങ്കിൽ കോവിഡിന്റെ കേരളത്തിലെ വ്യാപനത്തിന്റെ രീതി ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കില്ലായിരുന്നു. അവിടെ പരാജയപ്പെട്ടു പോയൊരു സർക്കാർ നിരന്തര കോവിഡ് എന്നുള്ള രീതിയിലേക്ക് കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തെ ഇപ്പോൾ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. അടുത്ത 2-3 മാസങ്ങൾ കൊണ്ടും ഇപ്പോഴത്തെ രീതിയിലുള്ള പോസിറ്റിവിറ്റി നിരക്കൊന്നും കുറയാൻ പോകുന്നില്ല. ടെസ്റ്റുകൾ കണ്ടമാനം കുറച്ചു വെക്കുന്നത് കൊണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് പോസിറ്റീവ് കേസുകളുടെ എണ്ണക്കുറവ് കാണിച്ച്, എന്നാൽ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയായി കോവിഡിനെ മുന്നിൽ നിർത്താനാണ് LDF സർക്കാർ കോപ്പ് കൂട്ടുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, 3 ഘട്ടങ്ങളായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ വെച്ചത് പോലും. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് സജ്ജീകരണങ്ങൾ നടത്തേണ്ടത് തിരുവനന്തപുരം ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള കളക്ടറും പോലീസ് സംവിധാനവുമാണ്. അവർ ആ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന അതേ ദിവസം തന്നെ 13 ജില്ലകളിലും തെരഞ്ഞെടുപ്പ് അതാത് ജില്ലകൾ നടത്തുന്നതിന് എന്ത് തരത്തിലുള്ള കോവിഡ് മാനദണ്ഡങ്ങളുടേതായിട്ടുള്ള ലംഘനങ്ങളാണ് സംഭവിക്കുക? അല്ലെങ്കിൽ അതിന്റെ സുഗമമായ നടത്തിപ്പ്. ഒരു നിമിഷം പെട്ടെന്ന് വരാം. ശ്രീ ജെയ്സി തോമസ്, അതായത് ഇപ്പോൾ നടക്കുന്നത് കോവിഡ് കണക്കുകൾ മറച്ചു വെക്കുന്ന ഒരു സംവിധാനമാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ കോവിഡിന്റെ നിരക്ക് കുത്തനെ ഉയരുമെന്നാണ് പറയുന്നത്. എന്താണ് മറുപടി?
അതില് ഒരൊറ്റ കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളുടെ മറുപടിയിലേക്ക് ഞാൻ വരാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന KS എന്ന് പറയുന്ന കേരളത്തിന്റെ ചിരകാല സ്വപ്നം, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയെടുത്ത സർക്കാരാണ് LDF സർക്കാർ. അതോടൊപ്പം KS വരിയിൽ വർത്തമാനകാല സമൂഹത്തിനകത്ത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. KS-ൽ എന്ത് ക്രമക്കേട്, എവിടെയാണ് അത്തരത്തിലുള്ള ക്രമക്കേടിന്റെ ആരോപണം ഇതേവരെ ആരാണ് ഉയർത്തിയത്? KS പരീക്ഷയ്ക്ക് ഇപ്പോൾ കോടതിയിൽ കേസ് ഉണ്ടല്ലോ ശ്രീ ജെയ്സി തോമസ്. അതായത് ഈ OMR ഷീറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ പലർക്കും OMR ഷീറ്റിന്റെ കോപ്പി കിട്ടിയിട്ടില്ല. എന്നാൽ കിട്ടിയിട്ടുള്ള പലർക്കും ഒരു പേപ്പറാണ് കിട്ടിയിട്ടുള്ളത്, പലർക്കും രണ്ടാമത്തെ പേപ്പർ കിട്ടിയിട്ടില്ല. ഇതിൽ പലരും കൃത്യമായിട്ട് പറയുന്നത് ഇതിലൊരു ടാമ്പറിംഗ് നടന്നിട്ടുണ്ടോ എന്നൊരു ആശങ്ക. കാരണം 18,000-ലധികം പേപ്പറുകളാണ് OMR ഷീറ്റ് നമ്മുടെ സംവിധാനത്തിന്റെ പിടിപ്പേട് കൊണ്ട് ഇലക്ട്രോണിക് വാല്യുവേഷൻ ചെയ്യാതെ മാനുവലായിട്ട് വാല്യൂ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ആ ആരോപണത്തെ നമ്മൾ അങ്ങ് തള്ളിക്കളേണ്ട കാര്യമില്ലല്ലോ. അതിലൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ? അല്ല, അതിൽ വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താം. പക്ഷേ PSC ആവട്ടെ KS ആവട്ടെ ഇത്തരം സംവിധാനങ്ങൾക്കകത്ത് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ പോലും ഗൗരവപൂർണമായ ഒരു ക്രമക്കേടുണ്ട് എന്നൊരു തെറ്റിദ്ധാരണജനകമായ ഒരു ആരോപണം ഇതേവരെ ഉന്നയിച്ചതായി എന്റെ ശ്രദ്ധയിലില്ല. അങ്ങ് ഉദ്യോഗാർത്ഥികൾക്ക് ഏതോ ഇത്തരത്തിലുള്ള ആശങ്ക ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങ് ഉന്നയിക്കുന്ന ആരോപണത്തെ ഞാൻ തള്ളിക്കളയുന്നില്ല, പരിശോധിക്കപ്പെടട്ടെ, തള്ളിക്കളയുന്നില്ല. കോൺഗ്രസ് പാർട്ടി ആ ഇലക്ഷൻ വന്ന സമയത്ത് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ പിന്നെ അവർ മുന്നോട്ട് പോയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. തീർച്ചയായും അതിൽ തന്നെയാണ് ഞാൻ ഊന്നിയത്. അതിൽ തന്നെയാണ് ആരോപണത്തിൽ അത്ര ശക്തമായ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുണ്ട് എന്ന് അവർക്ക് പോലും തോന്നിയിട്ടുള്ളതായിട്ട് എനിക്ക് അറിയില്ല. എന്നാലും താങ്കൾ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഉന്നയിക്കാം, താങ്കൾക്കുള്ള അവകാശം കൊണ്ട് ഉന്നയിക്കാം, അത് പരിശോധിക്കപ്പെടണം, തർക്കമില്ല. പക്ഷേ KS ആവട്ടെ PSC ആവട്ടെ, ഇപ്പൊ PSC-യെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞു വെച്ചു PSC-യിൽ എന്തോ കാര്യമായ പ്രയാസമുണ്ടായി, പ്രശ്നമുണ്ടായി എന്നുള്ളത്. അങ്ങ് ഓർമ്മിക്കേണ്ടത് നിയമന നിരോധനത്തിന് ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴെന്താണ്, ഇത് അധിക തസ്തിക സൃഷ്ടിക്കപ്പെടുകയും കഴിഞ്ഞ UDF സർക്കാർ 5 വർഷക്കാലം കൊണ്ട് കൊടുത്ത തൊഴിൽ 4.5 വർഷക്കാലം കൊണ്ട് കൊടുത്തു തീർത്ത് പുതിയ തസ്തിക സൃഷ്ടിച്ച് യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന സർക്കാരാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത്. ഞാനതിന്റെ സവിസ്തരമായ കണക്കുകളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ലാഭത്തിലായ ഓരോ പൊതുമേഖലാ സ്ഥാപനവും 5 ലക്ഷം വിദ്യാർത്ഥികൾ തിരികെ ഒഴുകിയെത്തിയ ഓരോ സർക്കാർ സ്കൂളും, ലാഭത്തിലായ കേരളത്തിലെ ഓരോ ആരോഗ്യ സംവിധാന പ്രദേശങ്ങളും കേരളത്തിലെ യുവാക്കൾക്ക് പ്രതീക്ഷയാണ്. ഓരോ സർക്കാർ സ്കൂൾ അധികമായി ഒരു കുട്ടി എത്തുമ്പോൾ അവിടെ പുതിയ തസ്തിക നിർണ്ണയിക്കപ്പെടും. ആ നിർണ്ണയിക്കപ്പെടുന്ന തസ്തികയിലേക്ക് പുതിയ PSC പരീക്ഷ നടത്തപ്പെടും. പുതിയ ചെറുപ്പക്കാരികൾക്ക് ട്രാൻസ്ജെൻഡറുകൾക്ക് അവിടെ തൊഴിൽ കിട്ടും. അപ്പോൾ എന്താ, ലാഭത്തിലായ പൊതുമേഖലയുടെയും പൊതുവിദ്യാഭ്യാസത്തിന്റെയും പൊതുജനാരോഗ്യത്തിന്റെയും നാടായി കേരളത്തെ മാറ്റി തീർത്തത് ഈ LDF സർക്കാരാണ്. കേരളത്തിലെ യുവജനങ്ങൾക്ക് അതിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ ഭേദമില്ലാതെ യുവജനങ്ങൾക്ക് ഈ സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കാം. ഈ സർക്കാർ ലാഭത്തിലാക്കിയ ഓരോ പൊതുമേഖലാ സ്ഥാപനത്തിലും ഉയർന്ന തസ്തികയിൽ ഉയർന്ന ശമ്പളത്തോടുകൂടെ നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതം നൽകാൻ കഴിയുന്ന കേരളം ഇതാ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. ഇതായിരുന്ന വസ്തുതയും നമുക്കറിയാം. ഞാൻ കോവിഡിന്റെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോവിഡിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന കണക്കുകൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആദരണീയനായ MBBS ബിരുദധാരി കൂടിയായ ഡോക്ടർ സരിൻ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് എനിക്കറിയില്ല. മുരളി തുമ്മാരുകുടി ഇവിടെയല്ല, എവിടെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത ലഘൂകരണ വിഭാഗത്തിന്റെ ചുമതലക്കാരനായി പ്രവർത്തിക്കുന്ന മനുഷ്യൻ 2 ദിവസക്കാലം കൊണ്ട് ലേഖനം എഴുതി. എന്നാ ലേഖനത്തിന്റെ സത്ത, അതിന്റെ നക്ഷൽ എന്തായിരുന്നു? കേരളം രക്ഷിച്ചത് ഒരു ജീവനല്ല, 10,000-കണക്കിന് വരുന്ന ജീവനുകളെ രക്ഷിച്ചുകൊണ്ടാണ് വർത്തമാനകാല ലോകത്ത് കേരളം ഒരു അത്ഭുതമായത്. ഇപ്പൊ കോവിഡിന്റെ ഒരു തീവ്ര വ്യാപനം കൂടി. പക്ഷെ കൂടിയപ്പോൾ എന്താണ്? ശാസ്ത്രീയമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്മൾ മാസ്ക് ധരിക്കാൻ ശീലിച്ചു, സാനിറ്റൈസർ ഉപയോഗിക്കാൻ ശീലിച്ചു. കോവിഡിനോട് ഇണങ്ങി ജീവിതത്തെ എങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് മലയാളി പഠിച്ചതിന് ശേഷമാണ് ഇവിടെ കോവിഡ് വ്യാപനം ഉയർന്നത്. അതിന് മുമ്പായിരുന്നുവെങ്കിലോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ച ശവക്കൂമ്പാരമായ നാടുകളിലൊന്നായി കേരളം മാറിയനെ. അതിനെ പ്രതിരോധിച്ചത് എങ്ങനെയാണ്? അവിടെയാണ് ദ വേക്ക് മാഗസീൻ പോലും ബോളിവുഡ് സെലിബ്രിറ്റികളുടെയും മറ്റാളുകളുടെയും ചിത്രം പ്രസിദ്ധീകരിച്ച വേക്ക് മാഗസീൻ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ ചിത്രം പ്രസിദ്ധീകരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ വെബിനാറിൽ ന്യൂയോർക്കിന്റെ മേയറോടൊപ്പം ദക്ഷിണ കൊറിയയുടെ മന്ത്രിയായ ജെലിയോടൊപ്പം 3ാമത് സംസാരിച്ചയാൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്. എന്ന് വെച്ചാൽ CPM-ന്റെ ആൾ മാത്രമല്ല, ഡോക്ടർ സരിന്റെയും ശ്രീ റോഷി അഗസ്റ്റിന്റെയും ആങ്കറുടെയും എന്റെയും ഒക്കെ നാടിന്റെ ആരോഗ്യമന്ത്രി UN-ന്റെ വെബിനാറിൽ സംസാരിച്ചു. എങ്ങനെയാണ്? ഇതൊക്കെ കേരളം സൃഷ്ടിച്ച അസാധാരണമായ മാതൃകകളുടെ കരുത്തിലാണ്. അതിനെയൊക്കെ കൺതുറന്നു കാണുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട്. അങ്ങുകൂടെ കോൺഗ്രസിന്റെ പ്രതിനിധി കൂടെ രാഷ്ട്രീയ തിമിരം ബാധിച്ച കണ്ണടയൊന്ന് മാറ്റിവെച്ച് ഈ നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെ, ഈ നാട് സൃഷ്ടിച്ച മാറ്റങ്ങളെ
അത്ഭുതാവഹമായ പരിവർത്തനങ്ങൾ കണ്ടുറന്ന് കാണുവാനും അംഗീകരിക്കുവാനും തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. വ്യക്തമാണ് ഡോക്ടർ സരിൻ. രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയാം. ഒന്ന്, ഇവർ പറയുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിൽ ഇടതുപക്ഷ സർക്കാരിന് വലിയ വിജയമുണ്ട്. അടുത്ത കാലത്തൊക്കെ നമ്മൾ ധാരാളം വിദ്യാലയങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഉദ്ഘാടനങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ മോടി പിടിപ്പിക്കുന്നതിൻ്റെയും അതിനെ ഹൈടെക് ആക്കുന്നതിൻ്റെയൊക്കെ നമ്മൾ കണ്ടു. അതൊരു വിഷയം. ആരോഗ്യ മേഖലയിൽ അവരുടെ ഇടപെടലുകൾ സുദീർഘമാണെന്ന് ഡോക്ടർ മുരളി തുമ്മരകുടിയെ അവർ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇതിന് അംഗീകാരങ്ങളെ ചൂണ്ടിക്കാട്ടി അവർ സംസാരിക്കുന്നു. മറുപടി. രണ്ട് കാര്യങ്ങൾക്കും രണ്ട് വസ്തുതകൾ തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, പാമ്പുകടിയേറ്റ് മരിച്ച പൊതുവിദ്യാഭ്യാസ സ്ഥാപനവും ഇതേ കേരളത്തിൽ തന്നെയാണ്. ഏറ്റവും ദാരുണമായ ഒരു വിദ്യാർത്ഥിയുടെ അന്ത്യം എന്ന് പറയുന്നത് അതാണെന്ന് വിശ്വസിക്കുന്നതാണ്. സ്വന്തം ക്ലാസ് മുറിയിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ച് ഇഴഞ്ഞു വരുന്ന പാമ്പ് പൊത്തിൽ നിന്ന് ക്ലാസ് റൂമുകളിൽ നിന്ന് തന്നെ വരുന്ന ഒരു സാഹചര്യം. അതിനെ വെച്ചുകൊണ്ട് ഞാൻ ബാക്കി എല്ലാം മോശമാണ് എന്ന് പറയുന്നില്ല. ബോധപൂർവമായ ശ്രമം LDFന്റെ ഭാഗത്തു നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയെ രക്ഷിച്ചെടുക്കാൻ എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് വന്ന 5 ലക്ഷം വിദ്യാർത്ഥികളുടെ കണക്കാണ് അതിന്റെ അടിസ്ഥാനം എങ്കിൽ അത് തെറ്റാണ്. ഞാൻ ആവർത്തിക്കുന്നു, ആളുകൾക്കുള്ള ഒരു പക്ഷേ നമുക്ക് ചെലവുകൾ ചെയ്യാനുള്ളതിന്റെ പരിമിതികൾ കൂടിപ്പോയ ഒരുപക്ഷെ കേന്ദ്രത്തിൻ്റെതായ ദുർനടപ്പുകൾക്ക് വന്ന സാമ്പത്തിക പ്രത്യാഘാതത്തിന്റെ ഫലമായി കകീശകാലിയായിരുന്ന കേരള ജനത എവിടെയാണ് തങ്ങളുടെ ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഒരു കാലത്തും മോശം അഭിപ്രായങ്ങൾ ഇല്ലായിരുന്നു. പക്ഷെ മോശമായത് എന്തോ ഞങ്ങൾ നന്നാക്കിയെടുത്തു എന്ന വ്യാഖ്യാനം ചമയ്ക്കൽ തെറ്റാണ്. മോശമല്ലാതിരുന്ന ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയെ കാലഘട്ടത്തിന്റെ ബ്രാൻഡിംഗ് ടെക്നിക്കുകൾ അനുസരിച്ച് ഒന്ന് റീബ്രാൻഡ് ചെയ്തെടുത്തു എന്നുള്ളതിനപ്പുറം ക്രിയാത്മകമായി, ഞാൻ അവിടേക്കാണ് പറഞ്ഞത്, കുറെ കെട്ടിടങ്ങളും കുറെ സാമഗ്രികളുമല്ല, കുട്ടികളുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വ്യത്യാസം ഞാൻ ആവർത്തിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ എംപ്ലോയബിലിറ്റിയെ പറ്റി ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതേ തുമ്മാരൂരോട് പോയി ചോദിക്കണം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികളെ 10ാം ക്ലാസ്സിന് തത്തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണോ അവരുടെ ഗ്രാഹ്യം, വിഷയങ്ങളിലെ ഗ്രാഹ്യം? ഇവിടെയാണ് പരാജയം എന്നുള്ളത് ഞാൻ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൃത്യമായി വിലയിരുത്തുന്നത് അങ്ങനെയാണ്. ഇനി ഡോക്ടർ SS ലാൽ പറഞ്ഞ ആരോഗ്യ മേഖലയെ പുഴുവരിക്കുന്നു. അദ്ദേഹം ഒരു ഡോക്ടറും കൂടിയാണ്. അദ്ദേഹം WHO വർക്ക് ചെയ്ത ഇതുപോലെ ദുരന്ത നിവാരണത്തിന്റെ മിറ്റിഗേഷനിൽ മാത്രമല്ലായിരുന്നു. അപ്പോ സ്റ്റേച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരാളുടെ ലേബൽ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടിനെയും പോസിറ്റീവായി കാണണം. മുരളി തുമ്മാരകുടി പറഞ്ഞ എന്തോ ഒരു പ്രശംസാവാചകം കടമെടുക്കുമ്പോൾ ഡോക്ടർ SS ലാൽ 20 വർഷത്തിലേറെയായി 50ലേറെ രാജ്യങ്ങളിൽ പൊതു ആരോഗ്യ മേഖലയിൽ ഇടപെട്ട അദ്ദേഹം, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അദ്ദേഹം പുഴുവരിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും, അതിന് കൃത്യമായ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ പറഞ്ഞപ്പോഴേക്കും എന്തായിരുന്നു ഇവിടുത്തെ സഖാക്കളുടെ ഒരു പ്രതികരണം? വിമർശനത്തിനെ ഉൾക്കൊള്ളാൻ പഠിക്കണം. നമ്മൾ ജനാധിപത്യത്തിന്റെ പുഷ്കല കാലത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അതില്ലാതെയാക്കരുത്. അതില്ലാതെയാക്കുന്ന രീതിയിൽ ഞങ്ങൾ മാത്രമാണ് ഇവിടെ എന്താ പറയാ PR വർക്കിന്റെ ഒരു കാലഘട്ടമാണ് ഈ വോഗ് മാഗസിൻ അത് എഴുതിയത്. ആരോഗ്യമന്ത്രിയാണ് കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ഇത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എത്ര കാലം ഫൈറ്റ് ചെയ്യാനും ആരോഗ്യമന്ത്രി റെഡിയാണ്. കാരണം എന്താ, ഇത് നിലനിൽക്കണം. കോവിഡ് ഉണ്ടാകുമ്പോഴല്ലേ കോവിഡ് പ്രതിരോധം ഉണ്ടാകൂ. കോവിഡിനെ ഇല്ലാതാക്കിയാൽ ആ പ്രതിരോധം ഉണ്ടാവുകയില്ലല്ലോ. അപ്പൊ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയുള്ള ഫലവത്തായ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു. ചെറിയ വിജയങ്ങളെ വലിയ വിജയങ്ങളായി ആഘോഷിക്കുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് അകലുകയാണ്. വലിയ വിജയം കേരളത്തിന് ഇതിനോടകം നേടാമായിരുന്നപ്പോൾ കൊച്ചു കൊച്ചു വിജയങ്ങളിൽ മനസ്സിന്റെ വലിപ്പക്കുറവ് കൊണ്ട് അഭിരമിക്കുന്നവർ അത് തുടരുക. ജനം വിലയിരുത്തട്ടെ. ഞാൻ പറയുന്നു, കോവിഡിന്റെ നിരക്കുകൾ കൂടുന്നത് ഇലക്ഷന് ശേഷം തന്നെ ആവണമെന്നൊന്നുമില്ല. ഇലക്ഷനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ആളുകളെ വീട്ടിലിരുത്തി ഭയപ്പെടുത്താൻ CPM-ന്റെ വോട്ടിംഗ് അട്ടിമറി തന്ത്രമായിട്ട് കോവിഡിന്റെ കണക്കുകൾ മാറി മറിയുന്ന 3 ആഴ്ചക്കാലമാണ് ഇനി കേരളം കാണാൻ പോകുന്നത് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. കുറച്ച് വെച്ച് കൂട്ടേണ്ടത് എപ്പോൾ എന്നുള്ളതിന്റെ കണക്കുകൾ. പോസിറ്റീവ് കേസുകൾ കൂട്ടണമെങ്കിൽ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടിയാൽ മതിയെന്ന് കേരളം ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞതാണ്. ആ ടെസ്റ്റുകളുടെ എണ്ണം വളരെയധികം കൂടേണ്ട സാഹചര്യം വരുന്നത് എപ്പോഴാണ് എന്നുള്ളതിന്റെ ഒരു തിരക്കഥ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. കേരളത്തിലെ ജനങ്ങളെ CPM ഭയപ്പെടുന്നു, LDF ഭയപ്പെടുന്നു. ആ ജനങ്ങൾ ബൂത്തിലെത്താതിരിക്കാൻ എന്ത് കൺകെട്ടും കാണിക്കും എന്നുള്ള രീതിയിൽ കോവിഡ് ആയിരിക്കും അവരുടെ അടുത്ത ഇലക്ഷൻ അട്ടിമറിയുടെ ശ്രമം എന്നുകൂടി ചർച്ചയുടെ അവസാന ഭാഗത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വ്യക്തമാണ്. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ശ്രീ റോഷി അഗസ്റ്റിൻ, ഈ ആരോപണങ്ങളൊക്കെ മറുപടി പറയാം. അതിനൊപ്പമായിട്ട് ഒറ്റ വാക്കിൽ, ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ എന്ത് പ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇവിടെ ഇപ്പൊ ഡോക്ടർ സലീം പറഞ്ഞ 2 കാര്യങ്ങൾ, JK ഇവിടെ പറഞ്ഞ കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മള് പൊതുസമൂഹത്തിന് മുമ്പിൽ ചില സത്യങ്ങൾ അംഗീകരിക്കണ്ടേ?
എനിക്ക് ഇതിന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള രാജ്യാന്തര കണക്കുകളെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോവിഡിന്റെ ഇന്നത്തെ സാഹചര്യം ലോകമെമ്പാടും രാജ്യമെമ്പാടും വലിയ ബുദ്ധിമുട്ടിലാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കേരളത്തിലെ ജനങ്ങൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, അതിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളില് രാഷ്ട്രീയം കലർത്തരുതെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കാരണവശാലും പാടില്ല. 2018 ഇവിടെ വലിയ ദുരന്തം ഉണ്ടായി ഇടുക്കിയില്. അറിയാമല്ലോ, ഒരൊറ്റ സെക്കൻഡ് പറഞ്ഞ് അവസാനിപ്പിക്കുക. ആ ദുരന്ത കാലഘട്ടത്തിൽ ഞങ്ങളാരും രാഷ്ട്രീയം പറഞ്ഞില്ല. തലച്ചുമടയില ഡെഡ് ബോഡി ആയിട്ട് ആശുപത്രി പോയ എല്ലാ റോഡുകളും തകർന്നു പോയി. ആരുടെയും കുഴപ്പമുണ്ടാണ് പ്രകൃതി ദുരന്തത്തിന്റെ പേരില്ല. ഇത് വലിയ മഹാമാരിയാ. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടേണ്ടതാണ്. അതൊരു പൊളിറ്റിക്കൽ പിക്ചർ ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ ലോക്ക്ഡൌൺ മുതൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ കൊടുത്ത് പട്ടിണി മാറ്റി നിർത്താൻ സഹായകമായ ഒരു നിലപാട് കേരളം സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആരും അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് പറയുന്നില്ലല്ലോ. മനുഷ്യന്റെ പട്ടിണി ഉണ്ടോ എന്നല്ലേ ആദ്യം നോക്കേണ്ടത്. പൊതുവിദ്യാഭ്യാസ രംഗം നമ്മൾ മറ്റ് മാറ്റങ്ങൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. അതെ, ഒറ്റ ചോദ്യം ശ്രീ റോഷി ഹസൻ. ചിഹ്നം ഉണ്ട്, പാർട്ടിയുടെ പേരുണ്ട്, ഈ സാധ്യതകളൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ചിഹ്നം എന്ന് പറയുന്നത് പാർട്ടിയുടെ പേരും ഞങ്ങൾക്ക് ലഭിച്ചത് തന്നെ കേരള കോൺഗ്രസ്. ഇന്ന് കേരള കോൺഗ്രസ് വേറെ ഉള്ളത്. കേരള കോൺഗ്രസ് രജിസ്റ്റേർഡ് പാർട്ടി വേറെ ആരാ ഉള്ളത്? ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ബാലറ്റ് പേപ്പറിൽ ഞങ്ങളല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗിക ചിഹ്നം ഞങ്ങൾ ലഭിച്ചു എന്നുള്ളത് വലിയ അംഗീകാരമാണ്. അത് കേരളത്തിലെ പൊതുജനതയുടെ സ്വീകാര്യതയാണ്. സത്യം വിജയിക്കും, ധർമ്മം ജയിക്കും, അധാർമികതയ്ക്ക് മുന്നോട്ട് വരാൻ സാധ്യമല്ല എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സെക്കൻഡ് കൂടി അനുവദിക്കുന്നു. ഒറ്റ സെക്കൻഡ്. മരിച്ചതിന് ശേഷം ഒറ്റ സെക്കൻഡ് മതി. മരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ ഉപതെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 23-ാം തീയതി ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയുമില്ല, ചിഹ്നവും വേണ്ടെന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കത്തെഴുതിയ വിവരം ഞങ്ങൾ UDF നേതൃത്വത്തെ അറിയിച്ചു. 25-ന് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് അധാർമികത കാണിച്ചില്ലേ? എന്നിട്ട് പോലും ചോദ്യം ചെയ്യപ്പെടാനോ അത് ശരിയല്ലെന്ന് പറയാനോ തയ്യാറാകാത്തതിന്റെ ദുരന്ത ഫലങ്ങൾ സത്യം അതിന്റെ അർത്ഥത്തിൽ വിജയിക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷനും കോടതിയും ഞങ്ങൾക്ക് അനുകൂലമായി വിധി എഴുതിയതോടുകൂടി കേരളത്തിലെ ജനങ്ങൾ കണ്ടു. ഇത് പൊതുസമൂഹത്തിന്റെ സ്വീകാര്യതയാണ്. ഈ കേരളത്തിൽ തീർച്ചയായും അതിൻ്റെതായ നിലപാട് അറിയിക്കും. ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തെ ആദ്യഘട്ട വിജയമാണ് ഈ മുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസിന് 2 ലഭിച്ചത് എന്നുള്ളതിൽ ഞങ്ങൾ അതീവ സന്തുഷ്ടിയിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചൂടിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി ഭരണപക്ഷത്തിന് ഉണ്ട്. ഭരണപക്ഷം ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആരോപണങ്ങൾ കൊണ്ട് മറുപടി പറയുവാൻ പ്രതിപക്ഷ പാർട്ടികളും സജ്ജമാണ്. എന്താണ് ഇലക്ഷന്റെ ഫലമെന്ന് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത ശ്രീ ജെയ്സി തോമസിനും ഡോക്ടർ സരിനും, ശ്രീ റോഷി അഗസ്റ്റിൻ MLA ക്കും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനും നന്ദി.